വയനാടും സമാന സാഹചര്യം തുടരുകയാണ്. വയനാട് മേപ്പാടിയിൽ കനത്ത മഴ തുടരുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകൻ ചാക്കോ പറഞ്ഞതുപോലെ തന്നെ ഈ കനത്ത മഴയിൽ അവിടുത്തെ ആശങ്ക അത് ഒരു മുൻ അനുഭവം കൂടി ഉള്ളതുകൊണ്ട് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. ജോഷിലയുണ്ട്, ജോഷിലയിലേക്ക് പോകാം. ജോഷില, എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം? ഇപ്പോൾ റെഡ് അലർട്ട് ആണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നിലവിലത്തെ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്തുവാൻ സാധിക്കും? കനത്ത മഴയാണല്ലേ, എങ്ങനെയാണ് മുൻകരുതൽ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? സിന്ധുരി, ഗുഡ് മോർണിംഗ്. സിന്ധുരി, ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വക നൽകുന്നത്. അതേസമയം 50 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഇന്നലെ വരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ. ഇന്നലെ രാത്രി ഓറഞ്ച് അലേർട്ട് ആയിരുന്നു, എന്നാൽ ഇന്ന് രാവിലെ മുതൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി നൽകിയിരിക്കുകയാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ കോളേജുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് മതപഠന ക്ലാസുകൾ, അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററുകൾ, ഇവയെല്ലാം സ്കൂളുകൾ, ഇവയെല്ലാം തന്നെ എല്ലാം അടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവനായും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ ഇന്നലെ മുതൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെ ആണ് അവിടെ എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലും, കൽപ്പറ്റയിൽ ഇന്ന് രാവിലെ മുതൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വയനാട് കഴിഞ്ഞ ആഴ്ച തന്നെ ജാഗ്രതാ നിർദ്ദേശം കലക്ടർ നൽകിയിട്ടുണ്ട്. ക്വാറികൾ അടച്ചുപൂട്ടാനും അതുപോലെ തന്നെ ട്രക്കിംഗ് അടക്കമുള്ള വിനോദ സഞ്ചാര മേഖലകൾ അടച്ചുപൂട്ടാനും ഒക്കെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റ് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ഉടൻ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്.